സോദരരെ സല്യൂട്ട്. ആമുഖമായി ഞാനൊരു പഴയ സംഭവ കഥ വിവരിക്കുകയാണ്. ഇത് പൈസ വെച്ചുള്ള ചീട്ടുകളി ഗാംബ്ലിംഗ് ആക്ട് പ്രകാരം കുറ്റകരമാണല്ലോ. അപ്പം അങ്ങനെ സ്ത്രീകൾ ഒരുപാട് പേര് പരാതി തരുന്നുണ്ടായിരുന്നു. ഭർത്താക്കന്മാർ വീട്ടിൽ വരാതെ കാശ് വെച്ച് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ സമയവും ഇങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് ചീട്ട് കളിച്ച് പൈസ മുഴുവൻ കളയുകയാണ്. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി ഒരു ദിവസം ഞങ്ങളൊരു 7-8 പോലീസുകാരും ഞാനും കൂടെ ചേർന്ന് ചീട്ടുകളി പിടിക്കാനായിട്ട് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്ക് വെച്ച് നടക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് അങ്ങോട്ടേക്കാണ് പോയത്. ഇപ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൊക്കെ വെച്ച് ചീട്ട് കളിക്കുന്നതിൻ്റെ ഉദ്ദേശം പോലീസ് എവിടെ നിന്ന് വന്നാലും അവർക്ക് കാണാം, ഓടിപ്പോകാൻ പറ്റും, പൈസയും എല്ലാം എടുത്തുകൊണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് ഞങ്ങൾ വളരെ രഹസ്യമായിട്ട് വളഞ്ഞ് പതുക്കെ മരങ്ങളുടെ മറവ് പറ്റിയാണ് പോകുന്നത്. ചുറ്റും ആയിട്ടിങ്ങനെ കവർ ചെയ്ത് നിന്നാണ് പോകുന്നത്. ഏകദേശം അടുത്ത് വരാറായി. അപ്പോഴേക്കും ഈ ആളുകൾ ഞങ്ങളെ കണ്ടിട്ട് ചെതറി ഓടാൻ തുടങ്ങി. കുറേ പേര് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി, ചിലരല്ലാതെ പോയി. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു നിന്നിരുന്നത്. എൻ്റെ അടുത്തേക്ക് ഓടി വന്ന ഒരു തടിമാടൻ ഒരാൾ, ഒരു കറുത്ത് തടിച്ച ആളിൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യം പിടിക്കാൻ പോകുമ്പോൾ അയാൾ കുതറി വഴുതി മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലിയ സ്ഥലമായതുകൊണ്ട് ബാക്കി ആൾക്കാർ, പോലീസുകാരെല്ലാവരും മറ്റുള്ളവരെ തിരക്കി പോയിരിക്കുന്നു. ഞാൻ മാത്രം ഈ തടിയൻ്റെ പിടിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അയാൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ ആപാത ചൂട്, ഒരു പെണ്ണ് യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുന്നല്ലേ എന്നും പറഞ്ഞ് അയാൾ ചെയ്തത് ആദ്യം അയാളുടെ ഷർട്ട് ഊരി, പിന്നെ അയാളുടെ മുണ്ട് ഊരി, അങ്ങനെ അയാൾ പൂർണ്ണ നഗ്നനായിട്ട് നൂൽ ബന്ധമില്ലാതെ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. പിടിക്കുന്നെങ്കിൽ പിടിച്ചോ, ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ചോ എന്നുള്ള മട്ടി. കാരണം ഞാനന്ന് വളരെ യങ് ആണ്, കയറിയിട്ട് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പിടിക്കുന്നെങ്കിൽ പിടിച്ചോട്ടെ എന്ന് പറഞ്ഞൊരു ധാർഷ്ട്യത്തോടു കൂടി അയാൾ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു ചെറിയ ചിരിയൊക്കെ വെച്ചുകൊണ്ട്. അപ്പം ഞാൻ അയാളെ കാലുകൊണ്ടാണ് അവസാനം ചവിട്ടി വീഴ്ത്തിയത്. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ഞാൻ കിടന്ന് വിളിച്ചു, ഓടിവാ ഇയാൾ കണ്ട് കളിക്കുന്നു എൻ്റെ അടുത്തെന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചപ്പോൾ ബാക്കി പോലീസുകാർ ഓടി വരികയും അവരെല്ലാവരും കൂടി ചേർന്ന് അയാളെ പിടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ പോലീസ് യൂണിഫോം കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയും ബഹുമാനവും വരണമെന്നൊന്നുമില്ല. ഒരു സംഭവം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ മുഖ്യമായിട്ടും പറയാൻ പോകുന്ന സംഭവ കഥ. ആലപ്പുഴ ജില്ലയിൽ ഒരു അമ്പലമുണ്ട്, ഒരു ദേവീക്ഷേത്രമാണ്. അവിടെ ഓരോ പ്രാവശ്യം ഉത്സവം നടക്കുമ്പോഴും നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ 2 വിഭാഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഒരു വിഭാഗം ഉത്സവം നടത്തുമ്പോൾ മറ്റ് വിഭാഗക്കാർ അത് അലങ്കോലപ്പെടുത്താനായിട്ട് ശ്രമിക്കും, അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കുറേ കേസുകൾ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ വലിയ പോലീസ് ബന്ദോബസ്തിലാണ് ആ ഉത്സവം നടന്നു പോരുന്നത്. ഞാൻ ഓഫീസിലിരുന്നപ്പോൾ എനിക്കൊരു ഫോൺ സന്ദേശം വന്നു, വളരെ വിശ്വസനീയമായ രീതിയിലുള്ള ഒരു സന്ദേശമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത്, മാഡം, ഈ അമ്പലത്തിൻ്റെ തിടപ്പള്ളി എന്ന് പറയുന്ന, അത് ഊട്ടുപുരയോട് ചേർന്ന് കിടക്കുന്ന അമ്പലത്തിൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് തിടപ്പള്ളി. അപ്പോൾ ആ തിടപ്പള്ളിയുടെ അവിടെ ഒരുപാട് മദ്യം, ഒരു 3-4 ക്രേറ്റ് മദ്യം, വിദേശ മദ്യം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വളരെ കർശനമായിട്ട് അബ്കാരി നിയമങ്ങളൊക്കെ പരിപാലിച്ചുകൊണ്ട് വരുന്ന ഒരു സമയമായിരുന്നു. എല്ലാ കള്ള് ഷോപ്പുകളിലും ചാരായ ഷോപ്പുകളിലും റെയ്ഡ് നടത്തുക, എല്ലാ കടകളിലും കയറി നിശ്ചിത അളവിൽ കൂടുതൽ മദ്യം ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കുക, അങ്ങനെയുള്ള വളരെ കർശനമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു അബ്കാരി കേസ് പിടിച്ചപ്പോൾ എന്നെ അന്നത്തെ ഒരു മന്ത്രി വിളിച്ച് ചോദിച്ചു, ദേഷ്യപ്പെട്ടു എന്നോട്. ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെന്തിനാ, പോലീസുകാരെന്തിനാണ് ഇതുപോലെ അബ്കാരി കേസിനകത്ത് ഇടപെടുന്നത്? അതിന് നോക്കാനായിട്ട് എക്സൈസുകാരില്ലേ എന്ന് വഴക്ക് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലയോ, അല്ല, അത് അബ്കാരി ആക്ട് പ്രകാരം എക്സൈസിനും പോലീസിനും കേസെടുക്കാനുള്ള ഉത്തരവാദിത്വം കൊടുക്കുന്നത് കൊണ്ട് അവർ ചിലപ്പോൾ എക്സൈസുകാരോട് പോയി പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കും, എന്നെ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കും എന്നോട് പരാതിയായിട്ട് വന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാൻ പറ്റുമോ, നിങ്ങൾ പോയി എക്സൈസുകാരോട് പറഞ്ഞ് ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ചൂടായി. എന്നിട്ട് വഴക്ക് പറഞ്ഞു, ട്രാൻസ്ഫറൊക്കെ കിട്ടിയേക്കും, എവിടെയെങ്കിലും പോകുമ്പോൾ ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് കാല് പിടിച്ചുകൊണ്ട് വന്നേക്കരുത്, എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ, അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ല, ഞാൻ വരില്ല, ശല്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് വെക്കുകയും അതുപോലെ കേസ് ഞാൻ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പം എക്സൈസ് കാര്യങ്ങളിൽ ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് നടപടി എടുക്കും എന്നറിയാവുന്നത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് സൂക്ഷിക്കാൻ പറ്റിയതിനേക്കാളും കൂടുതൽ മദ്യം അവിടെ വേണ്ടി വന്നതുകൊണ്ട് അവർ സൂക്ഷിച്ച് അമ്പലത്തിൻ്റെ തിടപ്പള്ളിക്കകത്ത് വെച്ചതായിരിക്കും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അവിശ്വസനീയതയൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്തായാലും പോയി നോക്കണമല്ലോ. എൻ്റെ ഓഫീസേഴ്സിനോട് പോയി നമുക്ക് പോയി നോക്കാം, തിടപ്പള്ളിക്കകത്ത് ഇങ്ങനെ മദ്യം സൂക്ഷിച്ചിട്ടുണ്ടെന്നൊരു വിവരമുണ്ട്, നോക്കാമെന്ന് പറഞ്ഞിട്ട് പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും ഒരേ ശ്വാസത്തിൽ പറഞ്ഞു, മാഡം, അത് അപകടമാണ്. ഒന്നാമത് ഉത്സവം നടക്കുന്നു, രണ്ടാമത് അമ്പലം, പിന്നെ വളരെ സ്വാധീനമുള്ള ആൾക്കാരാണ് ഇപ്രാവശ്യം ഉത്സവം നടത്തുന്നത്. അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് സത്യമാണോ എന്നൊക്കെ നമുക്ക് പതുക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഞാൻ നല്ല സാരമില്ല, നമുക്ക് പോകാം, എന്തായാലും ബന്ധവസ്ഥ ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ജീപ്പിൽ കയറി പോയി. ഇവിടെ അധികം ആളൊന്നുമില്ല, ഉച്ച സമയമായിരുന്നു. അപ്പം ഒഴിഞ്ഞു കിടക്കുന്ന സമയമായിരുന്നു. തിടപ്പള്ളിയുടെ മുമ്പിൽ എത്തിയപ്പോഴേക്കും അവിടെ
പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്നു. അതെന്നെ കുറച്ച് അതിശയിപ്പിച്ചു. കാരണം ഞാൻ ചോദിച്ചു, ഉത്സവം നടക്കുകയല്ലേ, അപ്പോൾ ഇവിടെ അന്നദാനവും സദ്യയും ഒക്കെ ഉള്ളതല്ലേ, അപ്പം നിങ്ങളിങ്ങനെ പൂട്ടിയിട്ട് പോയാൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു അത് എല്ലാ ദിവസവും സദ്യയും അന്നദാനവും ഇല്ല, ഇന്ന് ഇല്ലാത്തതാണ്. അതുകൊണ്ട് അതിനകത്ത് കുറേ സാധനങ്ങൾ ഞങ്ങൾ വെച്ച് രാത്രി വൈകിട്ടത്തെ കലാപരിപാടികളുടെ അരങ്ങിൻ്റെ ഒരു സാധനങ്ങളും ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വെച്ച് പൂട്ടിയിട്ട് താക്കോല് കൊണ്ടുപോയിരിക്കണം. അപ്പോൾ ഞാൻ എനിക്ക് തുറക്കണം, എനിക്കൊന്ന് കാണണം. ഇപ്പോൾ അവർ ആദ്യം മടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, പോലീസ് ഓഫീസേഴ്സിന് ഏത് സ്ഥലത്ത് വേണമെങ്കിലും കയറി പരിശോധിക്കാനുള്ള അവകാശം CRPC തരുന്നുണ്ട് എന്ന് നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പം കുറേ സമയം ഡിലേ എടുത്തു അവർ. താക്കോലില്ല. ആദ്യം അഡ്മിനിസ്ട്രേറ്ററിൻ്റെ വീട്ടിലോട്ട് പോലീസ് പോയി, അവിടെ ഇല്ല. പിന്നെ ക്ഷേത്ര ഭാരവാഹികളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ പോയി, അവിടെ ഒന്നും താക്കോല് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വളരെ അക്ഷമയായി. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇതിങ്ങനെ ഡിലേ ചെയ്താൽ ശരിയാവില്ല, തുറന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ പോലീസ് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾ കൂടുമല്ലോ. അപ്പോൾ പതുക്കെ പതുക്കെ ആളുകൾ ഇങ്ങനെ അവിടെ പരിസരത്തൊക്കെ കൂടാനും തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പോയി എന്തായാലും എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഞാനൊരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി താക്കോൽ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അവിടുത്തെ പൂജാരിയുടെ കയ്യിലൊന്നും അല്ല, വേറൊരാളുടെ കയ്യിൽ താക്കോലുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ജീപ്പിൽ കയറി. കുറച്ച് ദൂരെയാണ് ആ വീട്. അപ്പോൾ ജീപ്പിൽ കയറി അങ്ങോട്ടേക്ക് പോവുകയാണ് താക്കോൽ എടുക്കാൻ. അപ്പോൾ അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ സമ്മതിച്ചു താക്കോൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തിടപ്പള്ളിയുടെ താക്കോൽ തന്നെ നിങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ എല്ലാ താക്കോലും നിങ്ങളുടെ കയ്യിലുള്ള അമ്പലത്തിൻ്റെ എല്ലാ താക്കോലും എടുത്തുകൊണ്ട് പോവാം, കൂട്ടവോടെ എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അയാളെ അങ്ങനെ നിർബന്ധിച്ച് താക്കോൽ കൂട്ടവും എടുപ്പിച്ചുകൊണ്ട് ജീപ്പിൽ കയറ്റി ഞാൻ പോവുകയാണ് തിരിച്ച് അമ്പലത്തിലേക്ക്. മെയിൻ റോഡിൽ നിന്ന് ഒരു ചെറിയ ഇടവഴിയുണ്ട്. ആ ഇടവഴിയിലോട്ട് കയറിയ സമയം തൊട്ട് പ്രതിസന്ധികളാണ്. ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു യാദൃച്ഛികമായിരിക്കുന്നത്. ഞാനാണ് വണ്ടി ഓടിച്ചിരുന്നത്. എനിക്ക് ആ സമയത്ത് ജീപ്പൊക്കെ ഓടിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ഒരു ഓട്ടോറിക്ഷ പെട്ടെന്ന് വന്നിങ്ങനെ ചവിട്ടി മുമ്പിൽ വന്നങ്ങ് നിന്നു. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി ഞാൻ ചോദിച്ചു എന്ത് പറ്റിയത്? പറഞ്ഞു അയ്യോ കൺട്രോൾ തെറ്റിപ്പോയതാണ്, മാഡത്തിൻ്റെ ജീപ്പ് കണ്ടപ്പം ക്ഷമിക്കണം കൺട്രോൾ തെറ്റിയതാണ്. ഞാൻ കുറേ സമയമൊക്കെ എടുത്ത് തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്ത് മാറിപ്പോയി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയപ്പോഴേക്കും ഒരു ആംബുലൻസ് വന്ന് കുറുകെ വന്ന് കുറുന്ന് പറഞ്ഞങ്ങ് നിന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയത്? ചോദിച്ചു ആംബുലൻസ് എൻ്റെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ആരുമില്ല, ഞങ്ങൾ ആരെയോ വിളിക്കാൻ പോയി, എവിടെ പോയിട്ട് വരികയാണ്, ബ്രേക്കിന് എന്തോ കുഴപ്പമെന്ന് പറഞ്ഞു. അയാളും മാറ്റാനായിട്ട് കുറേ സമയം എടുത്തു. പിന്നെയും കുറച്ചുകൂടി മുമ്പോട്ട് പോയി വേറൊരു വണ്ടി, ഒരു പെട്ടി ഓട്ടോ പോലെ വേറൊരു വണ്ടിയും കൂടെ വന്ന് വട്ടം ചാടി. അപ്പം അത് കഴിഞ്ഞും അയാളെ മാറ്റി പോയപ്പോഴേക്കും ആളുകളുടെ തിരക്ക്, അമ്പലത്തിലോട്ട് അടുത്തോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അത് വണ്ടി റോഡ് മൊത്തം ആളുകൾ വന്നിങ്ങനെ ജീപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ ചാടി കുറുകെ ചാടി ഇങ്ങനെ നിൽക്കുകയാണ്. ഡ്രൈവറുടെ കയ്യിൽ താക്കോൽ കൊടുത്തിട്ടോ നിങ്ങൾ ജീപ്പ് മാറ്റിയിട്ടോ, ഞാനും ബാക്കിയുള്ളവരും ഇവിടെ നടന്നു പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടെ ഇങ്ങനെ ആളുകൾ അപ്പോഴും ഇപ്പം നല്ല തിരക്കുണ്ട്. അപ്പം കുറേ ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന 4-5 പേര് ഇങ്ങനെ എന്താണ് വലിയ കൊമ്പമീശ, ചുമന്ന കണ്ണ്, തലക്കെട്ട്, കൈലി, ബനിയൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് തിരുക്കി കയറ്റി മുകളിലോട്ട് മസിൽ കാണത്തക്ക വണ്ണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഞങ്ങളുടെ മുമ്പിൽ, വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ട്. എന്നിട്ട് ചോദിക്കുന്നു അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഇവിടെ ഉത്സവം നടക്കുമ്പോൾ പോലീസുകാർ ഇവിടെ ഒന്നും കയറി ഇങ്ങനെ വരുന്നത് ശരിയല്ല, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മാറും ഞാനും അത്യാവശ്യമായിട്ടൊരു കാര്യം നോക്കാൻ പോവാണ്, നിങ്ങൾ മാറും. അപ്പം അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ കൂടെ പോയത് ഇതെല്ലാം മനഃപൂർവ്വം പോലീസിനെ അവിടെ എത്തിക്കാതിരിക്കാനുള്ള തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ അവരെ തള്ളി മാറ്റി ഓരോരുത്തരെ തൊടാനൊക്കെ വലിയ പ്രയാസം, എന്നാലും ഞാനിങ്ങനെ കൈവച്ച് തള്ളി മാറ്റുകയാണ്. മറ്റേ പോലീസുകാർ ഈ താക്കോൽ കൂട്ടവും കൊണ്ട് നടക്കുന്ന ആൾ ഓടിപ്പോകാതെ അയാളെ പിടിച്ചു വെക്കണമല്ലോ. അപ്പം അതുകൊണ്ട് അയാളുടെ പുറകെയും പോലീസുകാരുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ ഉദ്യോഗജനകമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാം. വേഗം കുറച്ച് മുമ്പിൽ ഇങ്ങനെ ആയിട്ട് തിടപ്പള്ളി കാണാം. പെട്ടെന്നൊരു വയസ്സായ ഒരു അമ്മൂമ്മ എന്നെ വന്നൊന്ന് കെട്ടിപ്പിടിച്ചോണ്ട് ഒരു കരച്ചിലാണ്, അല്ലെങ്കിൽ വിളിച്ചൊരു കരച്ചില്, അയ്യോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി അമ്മച്ചി എന്ത് പറ്റി ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അങ്ങോട്ട് പോവല്ലേ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് ഇറുക്കി ഇങ്ങനെ അള്ളി പിടിച്ചു. അവർ കാര്യമൊന്നും പറയുന്നില്ല. അപ്പം അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായും ഇതെന്തോ ഒരു കുരുത്തക്കേട് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പ് പോലീസുകാർ 2 പേരെ അവിടെ നിർത്തിയിട്ടാണ് വന്നത്. 2 പോലീസുകാരോട് ഞാൻ പറഞ്ഞു ഞാൻ താക്കോൽ എടുത്തുകൊണ്ട് വരുന്ന സമയം വരെ നിങ്ങളിവിടെ നിൽക്കണം, ഒരു സാധനവും ആരും അകത്തുനിന്ന് കടത്തിക്കൊണ്ട് പോകാതെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് 2 പേരെ നിഷ്കർഷിച്ച് അവിടെ നിർത്തിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ആരും മുമ്പിൽ കൂടെ കൊണ്ടുപോകില്ല എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ എന്നാലും തടയുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സംശയമായിപ്പോയി. അപ്പോൾ ഞാൻ ആ അമ്മൂമ്മയും പതുക്കെ തട്ടി മാറ്റി ഞാൻ പരിഹാരം ഉണ്ടാക്കാം, എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാം, ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയോ അവിടെ ചെന്നപ്പോൾ അയാളിങ്ങനെ ഫംബിൾ ചെയ്യുകയാണ്, താക്കോൽ വെച്ച് ഇങ്ങനെ തുറക്കാൻ നോക്കുകയാണ്, ഓരോരോ താക്കോലിട്ട് അയക്കൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ. അയാൾ അവസാനം പറയുകയാണ് അയ്യോ സാറേ താക്കോല് മാറിപ്പോയെന്ന് തോന്നുന്നു, ഇതിനകത്ത് താക്കോല് കാണുന്നില്ല എന്ന്. അതും കൂടെ എനിക്കങ്ങ് ക്ഷമ കിട്ടു. അപ്പോൾ എനിക്കപ്പം മനസ്സിലായി എല്ലാവരും കൂടെ ചേർത്ത് കള്ളം പറയുകയാണ്. അപ്പോൾ ഞാൻ അയാളുടെ താക്കോല് തട്ടിപ്പറിച്ചിട്ട് ഞാൻ ചേരുന്ന ഒരു താക്കോല് നോക്കി കൂട്ടിനകത്തിട്ട് തുറന്ന അവസാനം തുറന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം
നല്ല വെളിച്ചം അതിനകത്ത്. കാരണം ഈ ഓടുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, കുറേ കയർ 2-3 കയറുകളൊക്കെ താഴോട്ട് തൂക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഓട് മാറ്റി കയറ് കിടക്കുന്നത് ഇപ്പോൾ ഉടനെ ഒരാൾ പറയുകയാണ് അത് പഴക്കുല തൂക്കിയിട്ടിരുന്ന കയറാണ്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം പഴക്കുല അല്ല, കട്ടിയുള്ള നല്ല വണ്ണമുള്ള കയർ, ആളുകൾക്ക് പിടിച്ച് കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള കയറാണ്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇതിനകത്ത് മദ്യമോ അതുപോലുള്ള എന്തോ സാധനം ഉണ്ടായിരുന്നു. ഞാനത് തുറക്കാനായിട്ട് വാശി പിടിച്ചത് കാരണം അവരത് എങ്ങനെയോ ഓട് പൊളിച്ച് അകത്ത് കയറി മാറ്റിക്കൊണ്ട് പോയതാണ്. അപ്പം നമ്മൾ ചെന്നപ്പോൾ പോലീസുകാരെ ആരെയും കണ്ടില്ല. 2 പോലീസുകാരെ നിർത്തിയിട്ട് പോയിട്ട് അവർ 2 പേരും അവിടെ കണ്ടില്ല. ഞാൻ ഈ വെപ്രാളം പിടിച്ച് ചുറ്റും ഇങ്ങനെ ഓടി നടക്കുക. എന്താണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്, ഓടിപ്പോയി പിടിക്കുക, ഇവിടുന്നെങ്കിലും ഏതെങ്കിലും വണ്ടി പോയോ എന്ന് നോക്ക്. എങ്ങനെയാണ് ഇത്രയും 3-4 ക്രേറ്റ് മദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കൊണ്ടുപോകണമെങ്കിൽ നല്ല എഫേർട്ട് എടുത്തണമല്ലോ. പോലീസുകാർ 2 പേരും വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾക്ക് മൂത്രശങ്ക, അതുകൊണ്ട് അയാൾ ഓടി. മറ്റേ ആൾക്ക് അയാൾ പറഞ്ഞു എന്തോ ശബ്ദം പുറകെ കേട്ടതുകൊണ്ട് ഞാൻ അത് നോക്കാനായിട്ട് ഓടിയതാ മാഡം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ പോലീസുകാർ ഈ ഓട് മാറ്റിയതും വിളക്കിയതുമായിട്ടുള്ള ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പിന്നീട് അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു എൻ്റെ SP-യോട്. ഈ ഒരു സംഭവത്തിൽ കേസെടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല. ഈ ആളുകളെല്ലാവരും കൂടെ ചേർന്ന് തടഞ്ഞു. എന്തിനാണ് അവർ തടഞ്ഞതെന്ന് എനിക്കറിയില്ല. കാശ് കിട്ടിയിട്ടാണോ വേറെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടാണോ, മദ്യം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണോ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണോ, അതോ അവരോടത് പറഞ്ഞില്ലയോ, എന്തായാലും നിയമപരമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തി പോലീസ് ചെയ്യുന്നതിൽ നിന്ന് തടയാനായിട്ട് പൊതുജനങ്ങളും ഭക്തജനങ്ങളും അവിടെയുള്ള കുറച്ച് ആൾക്കാരും കൂടെ ചേർന്ന് ശ്രമിച്ച ഈ ഒരു കഥ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. നമുക്കതിനകത്ത് ഞാൻ ഈ കഷ്ടപ്പെട്ടത് മാത്രമേ ഉള്ളൂ മിച്ചം. പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് ന്യായമായിട്ടും നീതിയായിട്ടും ഒരു കാര്യം ചെയ്യാൻ പോയാൽ നാട്ടുകാരെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും എന്നൊരു തോന്നൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് ഈ ഒരു സംഭവം ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അതൊക്കെ വെറും തോന്നൽ തന്നെയാണ്. ജനങ്ങളുടെ കൂറ് എവിടെയാണോ അങ്ങോട്ടേക്കേ അവർ നിൽക്കുകയുള്ളൂ. പോലീസിനെ ആരും അങ്ങനെ അകമഴിഞ്ഞ് സഹായിക്കാനൊന്നും വരത്തില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ കാക്കിയിട്ടുകൊണ്ട് പോയി ജോലി ചെയ്യുന്നവരുടെ തന്നെ തലയിലിരിക്കും അത് എന്നുള്ള ഒരു വിശ്വാസം ഊട്ടി ഉറപ്പിച്ച ഒരു സംഭവമായതുകൊണ്ടാണ് പങ്കുവച്ചത്. നിർത്തുന്നു. സസ്നേഹം, ശ്രീലേഖ.